നിങ്ങളെല്ലാവരും ഓൺലൈൻ ക്ലാസ് കാണുന്ന ആൾക്കാരല്ലേ? അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലേ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് മാത്രമേ കാണുന്നു. ഇപ്പോൾ യൂട്യൂബിലായാലും അല്ലാതെയുള്ള ആപ്പുകൾ വഴിയായാലും അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഓൺലൈനായിട്ട് ഡയറക്റ്റായിട്ട് ഗൂഗിൾ മീറ്റൊക്കെ വഴി എടുക്കുന്ന ക്ലാസ്സുകളായാലും നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്, ഇപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. യൂട്യൂബ് ക്ലാസ് കാണുവാന്ന് വിചാരിച്ചു. ഒരു 15 മിനിറ്റുള്ള യൂട്യൂബ് ക്ലാസ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റുള്ള യൂട്യൂബ് ക്ലാസ് നിങ്ങൾ കാണുവാണെന്ന് വിചാരിച്ചു. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, എല്ലാം ക്ലിയറായി, എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത്, അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾക്കത് പഠിക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും? നിങ്ങൾ വീണ്ടും ഇരുന്നത് കാണുമോ? വീണ്ടും ആ 15 മിനിറ്റുള്ള വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുമോ? ഇല്ല. അല്ലെങ്കിൽ ആ വീഡിയോ പിന്നെയും തപ്പിയെടുക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ ഓരോരുത്തർ പാർട്ട് വൈസ് ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂറുള്ള ഒറ്റ വീഡിയോ ആയിട്ട്, സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നവരാണ്. ഈ നമ്മൾ പഠിച്ച ഭാഗം അതിൻ്റെ അകത്ത് എവിടെ വരുന്നെന്ന് തപ്പിയെടുക്കാൻ നമുക്ക് കുറേ സമയം എടുക്കത്തില്ലേ? ഇല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഒരു എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു 20 മിനിറ്റത്തെ വീഡിയോ കാണാൻ നേരത്ത് നമുക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങളുടെ ഭാഷയിൽ ഏറ്റവും ചെറുതാക്കി, ഒരു 15 മിനിറ്റത്തെ വീഡിയോയുടെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 2-3 വരിയിൽ എഴുതി വെക്കാം, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ വീണ്ടും പഠിക്കുന്ന സമയത്ത്, ഇനി അടുത്ത എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുന്ന സമയത്ത് അതെടുത്ത് വെച്ച് നോക്കിയാൽ മതി. വീണ്ടും ഈ വീഡിയോ കാണേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അടുത്തതിൻ്റെ വീഡിയോയുടെ വ്യൂ കുറയല്ലേ ചെയ്യുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുന്ന ഒരാളാണ്, അടുത്ത എക്സാമിന് തൊട്ട് തലേ ദിവസം സ്വാഭാവികമായിട്ടും വീഡിയോ കാണാനുള്ള വഴികളല്ലേ ഞാൻ നോക്കുകയുള്ളൂ. എനിക്കിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അത് അങ്ങനെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും തീരത്തില്ല. വീണ്ടും 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 വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അതപ്പോൾ ഒരിക്കലും നിങ്ങൾ പഠിക്കത്തില്ല, വെറുതെ വീഡിയോ കാണാൻ മാത്രമായി പോകും. അപ്പോൾ നിങ്ങൾ എന്താണോ കാണുന്നത് അത് കൃത്യമായിട്ട് ഏറ്റവും ചെറിയ വാക്കുകളിൽ നിങ്ങൾ തന്നെ എഴുതി വെക്കണം. കേട്ടല്ലോ? എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റത് ഒരിക്കലും പ്രാവർത്തികമല്ല. ഇപ്പോൾ ഒരു 20 മിനിറ്റത്തെ വീഡിയോ നിങ്ങൾ കാണുവാണ്, നിങ്ങൾക്കതപ്പോൾ മനസ്സിലായി. വീണ്ടും എക്സാമിൻ്റെ തലേ ദിവസം ആ 20 മിനിറ്റത്തെ അത് വീണ്ടും മനസ്സിലാക്കാൻ ആ 20 മിനിറ്റത്തെ വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയനഷ്ടമല്ലേ ഇത്? അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതലായിട്ട് ആദ്യം തന്നെ മനസ്സിലാവുമ്പോൾ തന്നെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമ്പോൾ തന്നെ നിങ്ങളൊരു ബുക്കിലേക്ക് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണത്തിൽ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് അടുത്ത എക്സാമിന് പഠിക്കുമ്പോൾ അത് മാത്രം എടുത്ത് ഓടിച്ച് നോക്കിയാൽ മതി. വെറുതെ വീണ്ടും വരുന്ന ഈ വീഡിയോ കാണേണ്ട കാര്യമില്ല. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ നേരത്തെ പറഞ്ഞ ആലോചിച്ച് നോക്കിയാൽ മതി. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ കാണാൻ പ്രൊമോട്ട് ചെയ്യേണ്ട ആളാണ്, അല്ലേ? 20 മിനിറ്റത്തെ വീഡിയോ കണ്ടു, എക്സാമിൻ്റെ തലേ ദിവസം വീണ്ടും ആ വീഡിയോ ഒന്നും ഇരുന്ന് കാണാൻ പറയേണ്ട കാര്യം എനിക്കുള്ളൂ. കാര്യം എനിക്ക് വ്യൂസ് കൂടും. പക്ഷെ അതൊരിക്കലും ശരിയല്ലത്. അത് അങ്ങനെ വീഡിയോ കാണാനാണെങ്കിൽ എത്ര നേരം ഇരുന്ന് നിങ്ങൾ കാണും, ഇല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി എന്താണോ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നത് അത് ഏറ്റവും നല്ലത് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെക്കുന്നതാണ്. എന്താണോ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെക്കാം. ആ ഉള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. കേട്ടല്ലോ? അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ, ഇനി എക്സാമിൻ്റെ സമയമാണ്, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ അങ്ങനെ ചെയ്യാവുള്ളൂ. നിങ്ങൾ എന്ത് പഠിച്ചാലും, എന്ത് സാധനം പഠിച്ചാലും അത് അപ്പോൾ തന്നെ എഴുതിപ്പോണം. കേട്ടല്ലോ? അത് നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. കാര്യം വീണ്ടും ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. നമ്മളൊരു സിനിമയൊക്കെയാണ്, ഇപ്പോൾ ഒരു സിനിമ നിങ്ങൾ കാണുവാണെന്ന് വിചാരിച്ചു. ഒരു അടിപൊളി സിനിമ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അത് ആദ്യം കണ്ട ഒരു ഫീൽ നിങ്ങൾക്ക് രണ്ടാമത് കാണുമ്പോൾ കിട്ടുമോ? ഇല്ല. മൂന്നാമത് കാണുമ്പോൾ കിട്ടുമോ? ഇല്ല. നാലാമത് കാണുമ്പോൾ കിട്ടുമോ? ഇല്ല. ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുമായിരിക്കും, പക്ഷെ ആദ്യം കണ്ടൊരു ഫീൽ കിട്ടുമോ നമുക്ക്? ഇല്ല. ഓരോ തവണ കാണുമ്പോഴും നമുക്ക് ആ ഇഷ്ടം കുറഞ്ഞു വരുമോ അത് കാണാൻ? അത് സിനിമയുടെ കാര്യത്തിൽ. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യത്തിൽ അത് ഉണ്ടാവുമോ? ആദ്യം തന്നെ ഒരു വീഡിയോ കണ്ട് രണ്ടാമത് കാണുമ്പോൾ അതേ ആകാംക്ഷയിൽ നമ്മളിരുന്ന് കാണുമോ? ഇല്ല, നമുക്ക് മടുക്കും. അതുകൊണ്ടാണ് പറയുന്നത് എഴുതി വയ്ക്കണം. കേട്ടല്ലോ? അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ സമയം കളയുക എന്നാണ്. ആദ്യം 20 മിനിറ്റത്തെ വീഡിയോ പഠിക്കാൻ ചിലപ്പോൾ നിങ്ങൾ കുറേ സമയം എടുത്ത് കാണും. വീണ്ടും അത് പഠിച്ചില്ലെങ്കിൽ ആ സമയം പോവും, എക്സാമിനും മാർക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ പഠിക്കുന്ന എല്ലാ വീഡിയോകളും എന്തെഴുതി വെക്കണം? ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. എവിടെ വേണമെങ്കിലും എഴുതി വെച്ചോ. ഏറ്റവും നല്ലത് ആ പോർഷൻ, ആ ടെക്സ്റ്റ് ബുക്കിൽ ആ പോർഷൻ്റെ സൈഡിൽ തന്നെ എഴുതി വെക്കുന്നതാണ്. അത്രേ ഉണ്ടാവുള്ളൂ പഠിക്കാൻ. 20 മിനിറ്റ് പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവിടെ ഒരു പെൻസിലിനോ പേനയ്ക്കോ ചെറുതായിട്ട് എഴുതി വയ്ക്കുക. കേട്ടല്ലോ? അപ്പോൾ ഇനി മുതൽ അങ്ങനെ പഠിച്ചു തുടങ്ങുക. കാര്യം
ഇനി ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലമാണ് ഇനി തുടർന്ന് അങ്ങോട്ടും കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ടിപ്പും ട്രിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം.